السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, സിറാജുൽ ഹുദ സ്കൂൾ ഓഫ് എക്സലൻസ് സംഘടിപ്പിച്ച ഈ വേദിയിൽ കേരളത്തിൻ്റെ മാറുന്ന കാലാവസ്ഥ എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പണ്ടുകാലം മുതലേ സന്തുലിതമായ ഒരു കാലാവസ്ഥ പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തന്നിരുന്നു. പൂക്കൾക്കായ ഒരു കാലം, കൃഷിക്ക് മറ്റൊന്ന്, ഇങ്ങനെ മനുഷ്യനെ മണ്ണിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ നമുക്കുണ്ടായിരുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന ആയത്ത് എത്ര പ്രസിദ്ധമാണ്. ഇസാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിൻ്റെ ഭയങ്കരമായ പ്രകമ്പനം, ഭൂമി അന്ന് അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളുകയും അതിന് എന്ത് പറ്റിയെന്ന് മനുഷ്യർ ചോദിച്ചാൽ ഭൂമി അന്ന് അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നു. അനവസരത്തിലുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെയും മറ്റും സാരമായി ബാധിക്കുന്നു. മഴയും ചൂടുമെല്ലാം വേണ്ട വിധത്തിൽ ലഭിക്കാത്തതും അല്ലാത്ത പക്ഷം അതികഠിനമായി ലഭിക്കുകയും ചെയ്യുന്നു. ദൈനംദിന ആഹാരത്തിന് പോലും നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതിനൊക്കെ കാരണവും മനുഷ്യർ തന്നെ. മലയും പുഴയും കാടുമെല്ലാം നിറഞ്ഞ ഒരു സുന്ദരമായ ഒരു ആവാസ വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നു. മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കാൻ മലകളില്ല. സ്വാർത്ഥത പര്യാപ്തതകൾക്ക് വേണ്ടി മലകൾ ഇടിച്ചു നിരത്തുന്നു. ഇനിയെങ്കിലും ഭൂമിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ ഒടുങ്ങുന്ന കാലത്തിന് വിദൂരമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.